الحمد لله رب العالمين. نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه ومن اهتدى بهداهم إلى يوم الدين. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. فقد قال الله سبحانه وتعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും അതർഹിക്കുന്ന പ്രാധാന്യത്തിൽ, ഗൗരവത്തിൽ ഉണർത്തുകയാണ്. നമ്മുടെ ഷഹാദത്തിൻ്റെ രണ്ടാം ഭാഗം മുഹമ്മദുർ റസൂലുള്ളാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ റസൂലാണ്, ദൂതനാണ് എന്ന് ഞാൻ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു എന്നാണല്ലോ. പലപ്പോഴും നമ്മളെല്ലാം മുസ്ലിം തറവാട്ടിൽ ജനിച്ചു എന്നതുകൊണ്ട് ആ ഷഹാദത്ത് പ്രഖ്യാപിച്ചവർ അല്ല. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം അതിൽ പറയുന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നത് നമ്മൾ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പരിശോധിക്കുമ്പോൾ വളരെ പരിമിതമായ അറിവ് മാത്രമേ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ളൂ. അത് ഞാൻ എല്ലാവരെയും പറയുന്നതല്ല. നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു മഹല്ലിൽ പരിശോധിച്ചാൽ ആ മഹല്ലിൽ ഭൂരിഭാഗം ആളുകൾക്കും തൻ്റെ പ്രവാചകനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള അറിവ് വളരെ പരിമിതമായിരിക്കും. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള അറിവ്
അവിടുത്തെയുടെ സദ്ഗുണങ്ങളെ കുറിച്ചുള്ള പഠനം അത് ഓരോ വിശ്വാസിക്കും നിർബന്ധമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണെന്നും പ്രവാചകന്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ കുറിച്ച് അറിയൽ നിർബന്ധമാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ഹുജറാത്ത് അതിന്റെ 7-8 വചനങ്ങളിൽ അല്ലാഹു പറയുന്ന ഒരു വിഷയം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഅലമു അന്ന ഫീകും റസൂലല്ലാഹ് ലൗ യുതീഉകും ഫീ കസീരിൻ മിനൽ അംരി ലഅനിത്തും ولكن الله حبب إليكم الإيمان وزينه في قلوبكم وكره إليكم الكفر والفسوق والعصيان أولئك هم الراشدون فضلا من الله ونعمة والله عليم حكيم. വഅലമു, നിങ്ങൾ അറിയണം, നിങ്ങൾ മനസ്സിലാക്കുക, അന്ന ഫീകും റസൂലല്ലാഹ്, തീർച്ചയായും നിങ്ങൾക്കിടയിൽ അല്ലാഹുവിന്റെ റസൂലുണ്ട്. നിങ്ങൾക്കിടയിൽ അല്ലാഹുവിന്റെ റസൂലുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ലൗ യുതീഉകും ഫീ കസീരിൻ മിനൽ അംരി ലഅനിത്തും, അവിടുന്ന് പല കാര്യങ്ങളിലും നിങ്ങളെ പിന്തുടരുകയായിരുന്നെങ്കിൽ, നിങ്ങളെ അനുസരിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ കഷ്ടത്തിലായി തീരുമായിരുന്നു. വലകിൻ അല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാന വസയ്യനഹു ഫീ ഖുലൂബിക്കും, എങ്കിലും അല്ലാഹു നിങ്ങൾക്ക് ഈമാൻ, വിശ്വാസത്തെ പ്രിയങ്കരമാക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ അതിനെ അലങ്കരിക്കുകയും അലങ്കാരമാക്കുകയും ചെയ്തിരിക്കുന്നു. വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ, സത്യ നിഷേധം, അവിശ്വാസം, കുഫ്ർ, അതുപോലെ തന്നെ ഫുസൂഖ്, ഇസ്യാൻ, ദുർമാർഗവും അനുസരണക്കേടും, അതൊക്കെ അവൻ നിങ്ങൾക്ക് വെറുപ്പുള്ളതാക്കി തീർക്കുകയും ചെയ്തിട്ടുണ്ട്. ഉലൈക ഹുമുർ റാഷിദൂൻ, അവരാണ്, അങ്ങനെയുള്ളവരാണ് സന്മാർഗചാരികൾ. ഫളലം മിനല്ലാഹി വനിഅമതൻ വല്ലാഹു അലീമുൻ ഹകീം, അല്ലാഹുവിങ്കിൽ നിന്നുള്ള ഒരു ഔദാര്യവും അനുഗ്രഹവുമാണത്. അല്ലാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാണ്. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു വാചകം, വഅലമു, നിങ്ങൾ അറിയണമെന്നാണ്, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു റസൂലുണ്ട്. അത് പ്രവാചകന്റെ കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് മാത്രമല്ല, വിശ്വാസികളെ കുറിച്ച് എല്ലാവരോടുമുള്ള കൽപ്പനയാണ്. നിങ്ങൾ അറിയണം നിങ്ങളുടെ പ്രവാചകനെ, നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ പ്രവാചകനെ. മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുഅ്മിനൂൻ, ആ സൂറത്തിന്റെ 69-ാമത്തെ വചനത്തിൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അം ലം യഅരിഫൂ റസൂലഹും ഫഹും ലഹു മുൻകിറൂൻ, അതോ അവർ തങ്ങളുടെ റസൂലിനെ തിരിച്ചറിഞ്ഞില്ലാത്തത് കൊണ്ട് അവർ അവിടുത്തെ നിഷേധിക്കുകയാണോ എന്നാണ് ഖുർആന്റെ ചോദ്യം. റസൂലുള്ളാഹിനെ അറിയാത്തത് കൊണ്ടാണോ അവർ നിഷേധിക്കുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കൃത്യമായി അറിയാത്തത് കൊണ്ടാണോ അവർ നിഷേധിക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പോ സ്വാഭാവികമായി നമ്മൾ മനസ്സിലാക്കി വെക്കണം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിയും വിവേകവും ഒക്കെയുള്ള മുകല്ലഫായ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മനസ്സിലാക്കൽ, അവിടുത്തെ സദ്ഗുണങ്ങളെ കുറിച്ച് അറിയൽ, അവിടുത്തെ ശ്രേഷ്ഠമായ സ്വഭാവ മഹിമകളെ കുറിച്ച് മനസ്സിലാക്കൽ, അത് നിർബന്ധമാണ്, അനിവാര്യമായ ഘടകമാണ് എന്ന് പരിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്തുകൾ തെളിയിക്കുന്നുണ്ട്. ഞാൻ 4 കാര്യങ്ങൾ പറയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയാൻ, മനസ്സിലാക്കൽ നിർബന്ധമാണ് എന്നതിലേക്ക് സൂചന നൽകുന്ന 4 കാര്യങ്ങളാണ് ഇന്നത്തെ ഖുത്ബയിൽ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. അതിൽ ഒന്നാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദാസന്മാരോട് മുഴുവനും കൽപ്പിച്ചിട്ടുള്ള ഒരു കൽപ്പനയുണ്ട്. ആ കൽപ്പന പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് തഗാബുൻ അതിന്റെ 8-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, ആമിനൂ ബില്ലാഹി വറസൂലിഹി വന്നൂരില്ലദീ അൻസൽനാ വല്ലാഹു ബിമാ തഅമലൂന ഖബീർ.
അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ ഫആമിനു, അതിനാൽ നിങ്ങൾ വിശ്വസിക്കുവിൻ, ബില്ലാഹി വ റസൂലിഹി, അല്ലാഹുവിൽ വിശ്വസിക്കണം, അവന്റെ റസൂലിൽ വിശ്വസിക്കണം, അവന്റെ റസൂലിൽ വിശ്വസിക്കണം. വന്നൂരില്ലദീ അൻസൽനാ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കിക്കൊടുത്ത പ്രകാശം, ആ പ്രകാശത്തെയും നിങ്ങൾ വിശ്വസിക്കണം. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അല്ലാഹു സൂക്ഷ്മമായി അറിയുന്നവനാണ്. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പറയുന്നുണ്ട്, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിൽ വിശ്വസിക്കണമെന്ന്. വിശ്വാസം എങ്ങനെയാണ് പൂർത്തിയാവുക? എങ്ങനെയാണ് ഈമാൻ പൂർത്തിയാവുക? മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്ന നമ്മുടെ ഈമാൻ പൂർത്തിയാകണമെങ്കിൽ എന്ത് വേണം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, അവിടുത്തെ ശ്രേഷ്ഠത അത് നമ്മൾ അറിയണം. അവിടുത്തേക്ക് മറ്റുള്ളവരെക്കാളുള്ള പദവികൾ അറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് നൽകിയിട്ടുള്ള ആത്മീയമായ പൂർണ്ണതകളെ കുറിച്ചറിയണം. മാത്രമല്ല അവിടുന്ന് പഠിപ്പിച്ചു നൽകിയ ഉത്തമമായ മര്യാദകളെ കുറിച്ചറിയണം. അവിടുന്ന് പ്രദാനം ചെയ്ത മഹത്തായ സ്വഭാവ വൈശിഷ്ട്യങ്ങളെ കുറിച്ചറിയണം. അവിടുത്തെ ആന്തരികവും അതുപോലെ തന്നെ ബാഹ്യവുമായ ഭംഗിയെ കുറിച്ച് മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൂർണ്ണതയുടെ പര്യായമായിട്ടാണ് സൃഷ്ടിച്ചത്. ആരാണ് കാമിലെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, അത് സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. പ്രവാചകനെ വേറൊന്നുമായി താരതമ്യം ചെയ്യാൻ പറ്റുമോ? നമുക്ക് വേറെ ഏതെങ്കിലും മനുഷ്യന്മാരുമായി താരതമ്യം ചെയ്യാൻ പറ്റുമോ റസൂലുള്ളാഹിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഇല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമെ ഒരാളുമായി താരതമ്യം ചെയ്യാൻ പറ്റൂല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ അർത്ഥത്തിലും പൂർണ്ണനാണ്, എല്ലാ സൽഗുണങ്ങളുടെയും ഉടമയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഗണിച്ചു വളർത്തിക്കൊണ്ടുവന്നത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അലം യജിദ്ക യതീമൻ ഫആവാ വവജദക ضالًا ഫഹദാ വവജദക ആയിലൻ ഫഅഗ്നാ. അലം യജിദ്ക യതീമൻ ഫആവാ, അവൻ നിന്നെ ഒരു അനാഥനായി കണ്ടെത്തുകയും എന്നിട്ട് നിനക്ക് അഭയം നൽകുകയും ചെയ്തില്ലയോ? വവജദക ضالًا ഫഹദാ, മാത്രമല്ല അവൻ നിന്നെ വഴിയറിയാത്തവനായി കണ്ടെത്തുകയും പ്രവാചകത്വത്തിലേക്ക് വഴി നടത്തുകയും ചെയ്തില്ലയോ? വവജദക ആയിലൻ ഫഅഗ്നാ, അവൻ നിന്നെ ദരിദ്രനായി കണ്ടെത്തുകയും ഐശ്വര്യമുള്ളവനാക്കുകയും ചെയ്തില്ലയോ? അത് അല്ലാഹു ഇടപെട്ട് ചെയ്ത പണികളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു അങ്ങനെ പരിഗണിച്ചു കൊണ്ടുവന്നതാണ്. മാത്രമല്ല പ്രവാചകൻ ഉമ്മിയാണ്, അക്ഷരാഭ്യാസമില്ലാത്തയാളാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവിടുത്തേക്കെല്ലാം അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തു. അല്ലാഹു അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടത് പരിശുദ്ധ ഖുർആനിന്റെ അവതരണത്തിന്റെ ആദ്യം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്റെ പഠനത്തിൽ നിന്നല്ല, പിന്നെയോ നിന്റെ സംസ്കാരത്തിൽ നിന്ന് നീ മനസ്സിലാക്കിയത് വെച്ചല്ല. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ചവനായ നിന്റെ റബ്ബിന്റെ നാമത്തിൽ വായിക്കുക എന്നാണ്. എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഓരോന്നിങ്ങനെ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുന്നു എന്നാണ്, ഒന്നും അറിയാത്ത ഒരാൾക്ക്. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞത് സനുഖ്രിഉക ഫലാ തൻസാ, ഓ നബിയേ നിനക്ക് നാം ഓതിത്തരും, പിന്നെ നീ മറന്നു പോകില്ല. നീ മറന്നു പോകാത്ത രൂപത്തിൽ നിന്റെ ഹൃദയത്തിൽ അത് നാം ഉറപ്പിച്ചു തരും. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു വഅല്ലമക മാ ലം തകുൻ തഅലം,
വകാന ഫദ്ലുല്ലാഹി അലൈക അദീമാ വഅല്ലമക മാ ലം തകുൻ തഅലം. നിനക്കറിയാതിരുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നിനക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല അല്ലാഹു പ്രവാചകന് പഠിപ്പിച്ചു കൊടുത്തു. വകാന ഫദ്ലുല്ലാഹി അലൈക അദീമാ. അല്ലാഹുവിന്റെ അനുഗ്രഹം, നിന്റെ മേലുള്ള അല്ലാഹുവിന്റെ അനുഗ്രഹം അത്യന്തം മഹത്വമുള്ളതാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒന്നുകൂടിയുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പ്രഖ്യാപിക്കാൻ പറഞ്ഞൊരു വാചകമുണ്ട്. ഖുൽ ഇന്നമാ അന ബശറുൻ മിസ്ലുകും യൂഹാ ഇലയ്യ. വല്ലാത്തൊരു വർത്തമാനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ പറഞ്ഞ യൂഹാ ഇലയ്യ, എനിക്ക് വഹീ നൽകപ്പെടുന്നുണ്ട് എന്ന പദം അണ്ടർലൈൻ ചെയ്ത് പഠിക്കേണ്ടതാണ്. നമ്മളൊക്കെ പഠിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന പിന്നെ പരിശോധിക്കുന്നതും വിശദീകരിക്കുന്നതും ഒക്കെ അനബശറുൻ മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യനാണ് എന്നാണ്. നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മനുഷ്യനാണ് എന്നേ ഉള്ളൂ. എന്നെ പോലെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണോ? അല്ല, ഒരിക്കലുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനാണ്. 2 കണ്ണുള്ള, 2 കാതുള്ള, 2 കൈയുള്ള, 2 കാലുള്ള, മനുഷ്യ പ്രകൃതിയുള്ള, അങ്ങനെയെല്ലാം മനുഷ്യന്റെ പ്രകൃതി ഉണ്ട്. ശരി തന്നെയാണ്, മനുഷ്യനാണ്. പക്ഷേ എന്നെയും നിങ്ങളെയും വേർതിരിക്കുന്ന ധാരാളം ഘടകങ്ങളുണ്ട്. അത് മനസ്സിലാക്കണം വിശ്വാസികൾ. അപ്പൊ യൂഹാ ഇലയ്യ, എനിക്ക് വഹീ നൽകപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ദിവ്യബോധനം കേൾക്കാനും അറിയാനും മനസ്സിലാക്കാനുമുള്ള കഴിവ്, ഒരു പ്രത്യേകത പ്രവാചകനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മേളിപ്പിച്ചു എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശാരീരികമായും ആത്മീയമായും ബുദ്ധിപരമായും ഗ്രഹണ ശേഷിപരമായും കേൾവി, കാഴ്ച, മറ്റ് ബാഹ്യ ആന്തരിക അവയവങ്ങൾ എന്നിവയെല്ലാം പ്രത്യേകം അല്ലാഹു സജ്ജമാക്കി സഹായിച്ചു എന്നാണ് അർത്ഥം. വഹീ കേൾക്കാൻ, വഹീ കാണാൻ, വഹീ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ പിന്നെ കൃത്യമായി ഇരിക്കാൻ, അങ്ങനെ തുടങ്ങി കൃത്യമായി അത് ആ വഹീ വഹിക്കാനും പ്രചരിപ്പിക്കാനും പ്രവാചകനെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വാർത്തു എന്നാണ് അതിന്റെ അർത്ഥം. വെറും വർത്താനല്ല. അപ്പൊ ഞാനും പ്രവാചകൻ തമ്മിൽ എന്തായി? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ? ഞാൻ എവിടെ? പ്രവാചകൻ സാധാരണ മനുഷ്യനാണ്. സാധാരണ മുജാഹിദുകളെ കുറിച്ച് ആരോപണം പറയുന്നുണ്ട്. മുജാഹിദുകൾ പ്രവാചകനെ സാധാരണ മനുഷ്യനാക്കി എന്നാണ്. ഈ പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ് പ്രവാചകൻ, ആരാണെന്ന് പ്രവാചകൻ മനസ്സിലാക്കിയിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനാണ്. അത് ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കോടാനകോടി മനുഷ്യന്മാരെ പോലെ തന്നെ പ്രവാചകനും മനുഷ്യനാണ്. പക്ഷെ പ്രവാചകനെ വേർതിരിക്കുന്ന ധാരാളം ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളെ കുറിച്ച് പറയുമ്പോഴാണ് വളരെ പ്രധാനപ്പെട്ട ഒന്ന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹീ ലഭിച്ചതാണ്. വഹീ ലഭിക്കണമെങ്കിൽ ഒരു സാധാരണ മനുഷ്യന് വഹീ ലഭിക്കില്ല. അതിനൊന്ന് അല്ലാഹു ആദ്യം തിരഞ്ഞെടുക്കണം. 2, അദ്ദേഹത്തെ അല്ലാഹു ആ രൂപത്തിലേക്ക് പരിവർത്തിപ്പിക്കണം. കുറെ ഘടകങ്ങളുണ്ട് അവിടെ. അപ്പൊ അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചില പ്രത്യേകതകളുണ്ട്. അത് മനസ്സിലാക്കി പഠിച്ചു വെക്കണം വിശ്വാസികൾ. നിങ്ങൾ നോക്കൂ, ഞാൻ ഒരു ഉദാഹരണം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പനുഷ്ഠിച്ചപ്പോൾ വിസാലായി നബി തങ്ങൾ നോമ്പനുഷ്ഠിച്ചു. വിസാലായി നോമ്പനുഷ്ഠിക്കാന്ന് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ മഗ്രിബാകുമ്പോൾ എന്ത് ചെയ്യും? നോമ്പ് തുറക്കണം. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് തുറക്കൂല. അങ്ങനെ പോകും, നീണ്ടുപോകും. അങ്ങനത്തെ ഒരു വിസാലായ നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിക്കും. അപ്പൊ സ്വഹാബികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം, എന്നാൽ നബിതങ്ങൾ അങ്ങനെ ചെയ്യുന്നതിനൊപ്പം നമുക്കും അങ്ങനെ ചെയ്താലോ എന്ന ആഗ്രഹത്തിൽ അവരും പ്രവാചകന്റെ കൂടെ വിസ്വാല് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടഞ്ഞു. പാടില്ല. പ്രവാചകൻ അവരെ തടഞ്ഞിട്ട് പറഞ്ഞൊരു വർത്തമാനുണ്ട്. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം അടങ്ങുന്ന സ്വഹീഹായ ഗ്രന്ഥങ്ങളിലെല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെട്ടൊരു ഹദീസ് ഉണ്ട്. ആ ഹദീസ് എന്താ അറിയോ? ഇന്നി ലസ്തു മിസ്ലക്കും, തീർച്ചയായും ഞാൻ നിങ്ങളെ പോലെയല്ല. മറ്റൊരു ഹദീസിൽ കാണാം, ഇന്നി ലസ്തു കഹൈഅതികും,
ഞാൻ നിങ്ങളുടെ അവസ്ഥയിലല്ല, ഞാൻ നിങ്ങളെ പോലെയല്ല, നിങ്ങളെ അവസ്ഥയിലുമല്ല. കാരണം എന്താ? മുസ്ലിം പറയാണ്, ഞാൻ രാത്രി കഴിച്ചു കൂട്ടുമ്പോൾ ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ ഞാൻ കഴിച്ചു കൂട്ടുമ്പോൾ അതെന്റെ ശരീരത്തിന് എഫക്റ്റ് ആവൂല. കാരണം എന്താ? എന്റെ റബ്ബ് എനിക്ക് ഭക്ഷണവും അതുപോലെ തന്നെ വെള്ളവും ലഭിക്കുന്ന, അതെന്നെ ഭക്ഷിപ്പിക്കുന്ന, കുടിപ്പിക്കുന്ന അവസ്ഥയിലാണ് ഞാനുള്ളത്. മനസ്സിലായോ? അപ്പൊ ആ ഒരു ഇടപെടൽ എനിക്കുണ്ട്, അത് നിങ്ങൾക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ അവസ്ഥയിൽ നിൽക്കരുത്. എന്നൊക്കെ ചില കാര്യങ്ങൾ മാത്രം കേട്ടോ. ഇനി അങ്ങോട്ട് തുടർന്ന് കുറെ കാര്യങ്ങൾ പോകാനുണ്ട് ഇൻഷാ അല്ലാഹ്. തുടർ ഖുതുബകളിൽ പ്രവാചകന്റെ നസബ് മുതൽ ഇങ്ങോട്ട് പ്രവാചകന്റെ വഫാത്ത് വരെ ഉള്ള വിഷയങ്ങൾ വളരെ കൃത്യമായി പ്രമാണബദ്ധമായി നമ്മൾ പഠിക്കും. അപ്പൊ ഒന്നാമത്തെ കാര്യം പ്രവാചകൻ വിശ്വസിക്കുക എന്നതാണ്. അപ്പൊ വിശ്വസിക്കുന്ന പ്രവാചകൻ ആരാണ് എന്ന് നമ്മൾ ശരിക്കറിഞ്ഞിരിക്കണം. പ്രവാചകന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ് പ്രവാചകനെ കൊണ്ട്. നിങ്ങൾ നോക്കൂ, തീർത്തും മലീമസമായ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ഒരാൾ ഒരിക്കലെങ്കിലും ഒരു തെറ്റിലേക്ക് വീണു പോകൂലേ? എത്ര സൂക്ഷിച്ചാലും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, തീർത്തും മലീമസമായ ഒരു അന്തരീക്ഷം, എല്ലാത്തരം വൃത്തികേടുകളുടെയും കൂത്തരങ്ങായ ഒരു നാട്, ഒരു പ്രദേശം. ആ പ്രദേശത്ത് ജീവിച്ചിരിക്കുന്ന എല്ലാവരും അതിൻ്റെ ആളുകൾ. പക്ഷെ ഒരൊറ്റയാൾ സയ്യിദുനാ വഹബീബുനാ വഖുറത്തു അയുനിനാ മുസ്തഫ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരിക്കൽ പോലും ഒരു വൃത്തികേടിലേക്കും പോയില്ല. അതൊരു പ്രൊട്ടക്ഷനാണ്, അള്ളാഹുവിന്റെ സംരക്ഷണമാണ്. അത്രയും ഗൗരവത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തരാണ്. ഇനി ഞാൻ രണ്ടാമത്തെ കാരണത്തിലേക്ക് പെട്ടെന്ന് നടക്കാം. രണ്ടാമത്തെ കാരണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റണമെന്ന് അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിരിക്കുകയാണ്. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള വർത്തമാനാണത്. പക്ഷെ ഞാൻ പറയാൻ പോകുന്ന വിഷയം ആ ഭാഗത്തല്ല, അതിന്റെ ഉള്ളിൽ ഒരു പോയിന്റിനെ കുറിച്ചാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പിൻപറ്റാൻ പറഞ്ഞു. അള്ളാഹുവിന്റെ ഖുർആൻ പറയാണ്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. നബി പറയുക, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഫത്തബിഊനി, എന്നെ നിങ്ങൾ പിൻപറ്റുകയും യുഹിബ്ബുകുമുല്ലാഹ്, അല്ലാഹ് നിങ്ങളെ ഇഷ്ടപ്പെടും, വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അവൻ നിങ്ങൾക്ക് പുറത്തു തരും, വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാവാരിധിയുമാണ്. ഖുർആന്റെ പ്രയോഗമാണ്. മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്നു, വത്തബിഊഹു ലഅല്ലക്കും തഹ്തദൂൻ, നിങ്ങൾ പ്രവാചകനെ പിൻപറ്റുവീൻ, നിങ്ങൾ സന്മാർഗത്തിലായേക്കാം, നേർമാർഗത്തിലായേക്കാം. ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി കാണാം, ഇലാമാ ഫീഹി സഅദതുകും ഫിദ്ദുനിയാ വൽ ആഖിറ, ഐഹിക ലോകത്തും പാരത്രിക ലോകത്തും നിങ്ങൾക്ക് വിജയം വരിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിലേക്കെല്ലാം നിങ്ങൾക്ക് മാർഗദർശനം ലഭിക്കും. നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റണം. നബിതങ്ങളെ പിൻപറ്റണമെന്ന് പറഞ്ഞാൽ എന്തതിനർത്ഥം? നബിയെ പഠിക്കണമെന്നാണ്. പിൻപറ്റണമെന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിക്കണം. എങ്ങനെയൊക്കെ പഠിക്കണം? പ്രവാചകന്റെ വാക്കുകൾ, അവിടുത്തെ പ്രവർത്തികൾ, അവിടുത്തെ അവസ്ഥകൾ, കൃതിനെ കുറിച്ചൊക്കെ കൃത്യമായി നാം പഠിച്ച് അന്വേഷിച്ച് അറിയാൻ അള്ളാഹു നമ്മളോട് കൽപ്പിക്കാൻ. അത് നമ്മൾ അന്വേഷിച്ചറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം. പ്രവാചകന്റെ ഉത്തമമായ ശീലങ്ങൾ, ആദത്തുകൾ വരെ നമ്മൾ അന്വേഷിക്കണം, മനസ്സിലാക്കണം. സ്വഹാബികൾ പ്രവാചകന്റെ ആദത്തുകളെ വരെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിച്ചിരുന്നു എന്നാണ്. അത് പ്രത്യേകം കടമയാക്കപ്പെട്ട കാര്യം അല്ലെങ്കിൽ കൂടിയും അങ്ങനെയാണ് പ്രവാചകൻ അറിയാം. അങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയാം. ഒരു നമസ്കാരത്തിന്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെരുപ്പവിടുന്ന് ഊരിയപ്പോ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ഊരി.
എല്ലാവരും ഊരി. നിസ്കാരം കഴിഞ്ഞപ്പോൾ റസൂൽ ചോദിച്ചു, നിങ്ങൾക്ക് എന്തിനാ ചെരുപ്പൂരിയത്? അതിന് നബി ഞങ്ങൾ ചെരുപ്പൂരിയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഞാൻ ചെരുപ്പൂരാൻ ഒരു കാരണമുണ്ട്. എൻ്റെ ചെരുപ്പിന്റെ അടിയിൽ അഴുക്കുണ്ട് എന്ന് ജിബ്രീൽ എന്നെ അറിയിച്ചപ്പോഴാണ് ഞാൻ എന്ത് ചെയ്തത്, അത് ഊരിയിട്ടത്. നിങ്ങൾക്ക് ബാധകമല്ലല്ലോ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തല്ലേ, നബിൻ അങ്ങനെ തന്നെ. അങ്ങനെ തന്നെ സിദ്ദീഖ് ഉമർ റളിയല്ലാഹു അൻഹുമാ, പ്രവാചകന്റെ കൂടെ നടക്കുന്ന രണ്ടാളുകൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷവും നമുക്ക് കാണാൻ കഴിയുന്ന സുന്ദരമായ ഒരു കാഴ്ചയുണ്ട്. മഹാനായ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുമാ, ഇവർ രണ്ടുപേരും ഒരിക്കൽ നബി തങ്ങൾ ചെയ്തതുപോലെ രണ്ടാളുകൾ എന്താ ചെയ്തത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു കിണറിന്റെ പുറത്തിരുന്നു. അവിടുന്ന് കാലിങ്ങനെ തൂക്കിയിട്ടിട്ടാണ് അവിടെ ഇരുന്നത്. ശീലണ്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ അതിലേക്കൂടെ പോകുമ്പോൾ എന്ത് ചെയ്തു? ആ കിണറിന്റെ അവിടെ കയറി രണ്ടാളും കാലിങ്ങനെ തൂക്കി, തുണി ഇങ്ങനെ ഉയർത്തി വെച്ചിട്ട് കാലിങ്ങനെ തൂക്കിയിട്ട് രണ്ടാളും ഇരുന്നു. എന്താ കാര്യം? പ്രത്യേകം കടമയുള്ളതല്ല, അത് പ്രവാചകനോടുള്ള ഇഷ്ടത്തിന്റെ അങ്ങേയറ്റം കാണിക്കുന്ന ഒരു പ്രയോഗമാണ്. ആ ശീലത്തെ സ്വീകരിക്കുക എന്നത്, ആ ശീലത്തെ സ്വീകരിക്കുക എന്നത് വലിയ കാര്യമാണ്. അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതൊക്കെയാണെന്ന് അന്വേഷിച്ച് ആ ഭക്ഷണം ഇഷ്ടപ്പെടുന്ന ആളുകൾ, നബിതങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഭക്ഷണമാണെങ്കിൽ അത് വേണ്ടാന്ന് തീരുമാനിക്കും. കൽപ്പനയൊന്നുമില്ല, പക്ഷെ നബിതങ്ങളോടുള്ള ഇത്തിബാഅാണത്. അതറിയണമെങ്കിൽ എന്തോ നബിയെ പഠിക്കണം. അതറിയണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിക്കണം. അപ്പോഴാണ് പ്രവാചകനെ കുറിച്ച് അറിയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ആദത്തിനെ കുറിച്ച് അറിയാം. തലപ്പാവ് ധരിക്കുക, തൊപ്പിയിടുക, ശിമാഗ് ധരിക്കുക, നീളക്കുപ്പായം ധരിക്കുക, ജുബ്ബ ധരിക്കുക എന്നതൊന്നും കടമയാക്കപ്പെട്ട നിർബന്ധമാക്കപ്പെട്ട ഒന്നുമല്ല. പക്ഷെ നബിതങ്ങളുടെ ആദത്തിൽ അതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു. അതുകൊണ്ട് അതിനോടൊരു താല്പര്യം, അത്രേ ഉള്ളൂ. നമ്മുടെ നാട്ടിലെ ആളുകൾ പറയുന്നത് പോലെ മുസ്ലിയാക്കന്മാർ തലപ്പാവ് ധരിക്കും, ഒരു സാധാരണക്കാരൻ തലപ്പാവ് ധരിക്കാൻ പറ്റൂല, കാരണം രണ്ടും വേർതിരിയണം, അതുകൊണ്ട് പെട്ടാൻ പറ്റൂല. ഉസ്താദുമാര് തൊപ്പിയിടും, സാധാരണക്കാരൻ തൊപ്പിയിടാൻ പറ്റൂല. ഉസ്താദുമാര് നീളക്കുപ്പായിടും, മദജാലി ഖമീസിലും ഇങ്ങനത്തെ തോപ്പിടും, പക്ഷേ വേറൊരുത്തനും ഇടാൻ പാടില്ല. അങ്ങനൊന്നുമില്ല. ഇത് റസൂലുള്ളാഹിന്റെ ആദത്താണ്, അതുകൊണ്ട് ആർക്കും ചെയ്യാം. ഇതിങ്ങനെ വേർതിരിഞ്ഞ് നിൽക്കേണ്ടതല്ല. നിങ്ങൾക്ക് ഇടണോ ടോളി? പക്ഷെ ഇതൊന്ന് ഒരു പ്രത്യേക ഐഡന്റിറ്റി ആയി കാണിക്കുമ്പോഴാണ് എന്ത് ചെയ്യുക, അവിടെ ഒരു വിഷയം വരുന്നു മാത്രമേ ഉള്ളൂ. അവിടെ ശുഹറത്തിന്റെ വിഷയം വരും, ഒക്കെ വരുന്നത് ഒരു പ്രത്യേക ഐഡന്റിറ്റിയായി, ഒരു പ്രത്യേക രൂപമായി, പ്രത്യേക ഭാവമായിലേക്ക് വരുമ്പോൾ. പക്ഷെ അതിനപ്പുറത്ത് അള്ളാന്റെ റസൂൽ ഉപയോഗിച്ചത് എന്ന, നബിതങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് എന്ന ആ ശീലത്തെ പരിഗണിക്കുമ്പോൾ അത് പ്രവാചകനോടുള്ള ഇഷ്ടത്തിന്റെ, ഇത്തിബാഇന്റെ, പ്രവാചകനോടുള്ള താല്പര്യത്തിന്റെ ഒരു അടയാളമായി തീരുന്നൊരവസ്ഥ വരും. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങനെ പിന്തുടരണമെങ്കിൽ നബിതങ്ങളെ അറിയണം. ഇത്തിബാ ചെയ്യണമെങ്കിൽ നബി ആരാണെന്ന്, നബി ഞങ്ങളുടെ പ്രവർത്തനം എങ്ങനെയായിരുന്നു, ഒരു ദിവസം നബിതങ്ങൾ എന്തൊക്കെയാ ചെയ്തത്, ഒരു മാസത്തിൽ നബിതങ്ങൾ എന്തൊക്കെയാ ചെയ്തത്, ഓരോ സന്ദർഭത്തിൽ നബി എങ്ങനെയായിരുന്നു പ്രവർത്തിച്ചിരുന്നത് അറിയണം നമ്മൾ. വെറുതെ ഒരു മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് ഷഹാദത്ത് പ്രഖ്യാപിച്ചിട്ട് കാര്യമില്ല. അപ്പോഴാണ് ശരിക്ക് പ്രവാചകനെ അറിഞ്ഞ് പിൻപറ്റുന്നവരാവുക. ഇനി മൂന്നാമത്തെ കാര്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം. പ്രവാചകനെ സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കണം? വല്ലാത്തൊരു പോയിന്റ് ആട്ടോ അത്. എങ്ങനെ സ്നേഹിക്കണം? എല്ലാത്തിനും മുകളിൽ സ്നേഹിക്കണം, അല്ലെങ്കിൽ കടുത്ത ശിക്ഷയാണ്. അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ഷഹാദത്തിന്റെ രണ്ടാം വാക്യം ഉൾക്കൊണ്ടു പറയുന്നു, ഞാൻ അതിന്റെ ആളാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നബിതങ്ങളെ ഇഷ്ടപ്പെടണം. എങ്ങനെ ഇഷ്ടപ്പെടണം? എത്രത്തോളം വേണം? അതിനൊരു ക്രൈറ്റീരിയ അള്ളാന്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് തൗബയുടെ 24-ാമത്തെ വചനം, പലപ്പോഴും നിങ്ങൾ കേൾക്കുന്ന വചനാണ്. സൂറത്ത് തൗബയുടെ 24-ാമത്തെ വചനം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها
وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. അള്ളാന്റെ ഖുർആന്റെ പറയാ 8 കാര്യങ്ങളെ എണ്ണി, ഇതിനപ്പുറത്തേക്ക് ഒരു സാധനം ഇല്ല കേട്ടോ. ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ട 8 കാര്യം, അതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല. 5 കുടുംബാണ്, 3 സാമ്പത്തികാണ്. ഖുർആൻ പറയാൻ ബാപ്പ എന്ന് പറയുമ്പോൾ നിങ്ങളോട് ഉമ്മ ഉറപ്പാണല്ലോ. അപ്പോ മാതാപിതാക്കൾ, 2 നിങ്ങളെ സന്താനങ്ങൾ, 3 നിങ്ങളെ സഹോദരങ്ങൾ, 4 നിങ്ങളുടെ ഇണകൾ, 5 നിങ്ങളെ കുടുംബക്കാർ. ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്ന 5 റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് പറഞ്ഞത്. ഈ 5 എണ്ണത്തെക്കാളും ആരെ സ്നേഹിക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടണം, റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെടണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം ഉണ്ടാവണം. ബാപ്പാനേക്കാൾ സ്നേഹം റസൂലുള്ളാഹിനെ, ഉമ്മാനേക്കാൾ സ്നേഹം റസൂലുള്ളാഹിനെ, ഭാര്യയേക്കാൾ സ്നേഹം റസൂലുള്ളാഹിനെ, മക്കളേക്കാൾ സ്നേഹം റസൂലുള്ളാഹിനെ, കുടുംബക്കാരേക്കാൾ സ്നേഹം റസൂലുള്ളാഹിനെ, എല്ലാത്തിനേക്കാളും സ്നേഹം റസൂലുള്ളാഹിനെ. ഇനി 3 എന്താ അറിയോ? നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കുന്ന ധനം, നഷ്ടം വന്നു പോകുമോ എന്ന് നിങ്ങൾ പേടിക്കുന്ന നിങ്ങളുടെ ബിസിനസ്, നിങ്ങൾ തൃപ്തിപ്പെട്ട് പൊരുത്തപ്പെട്ട് ഇഷ്ടപ്പെട്ട് നിങ്ങൾ ഉണ്ടാക്കി നിങ്ങളെ വീട്, എല്ലാത്തിനേക്കാളും റസൂലുള്ളാഹ്. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം? അള്ളാഹുവിന്റെ കൽപ്പനയുമായി വരുന്നത് നിങ്ങൾ കാത്തിരുന്നോളൂ. അള്ളാഹു ഒരിക്കലും അധർമ്മകാരികളായ ആളുകളെ നേർമാർഗത്തിലാക്കൂല, നേർവഴിയിലാക്കൂല എന്ന് അള്ളാന്റെ ഖുർആൻ. എങ്ങനെയാണ് റസൂലുള്ളാഹിനെ സ്നേഹിക്കണം? ഇതിനപ്പുറത്തേക്ക് ഓർന്നില്ല. അതുകൊണ്ടാണ് വാപ്പയേക്കാൾ എനിക്ക് ഉമ്മയേക്കാൾ ഒക്കെ നിങ്ങളാണ് നബിയെ. ഞങ്ങളെ വാപ്പയേക്കാൾ ഇഷ്ടം നമുക്ക് നിങ്ങളാണ്, ഞങ്ങളെ ഉമ്മയേക്കാൾ നിങ്ങളാണ്, ഞങ്ങളെ സഹോദരങ്ങളെക്കാൾ നിങ്ങളാണ്, ഞങ്ങളെ മക്കളെക്കാൾ, ഞങ്ങളെ കുടുംബക്കാരെക്കാൾ, ഞങ്ങളെ സമ്പത്തിനേക്കാൾ, ഞങ്ങളെ കച്ചവടത്തെക്കാൾ, ഞങ്ങളുടെ ഭവനത്തെ എല്ലാത്തിനേക്കാളും നബിയെ നിങ്ങളാണ് ഞങ്ങൾക്ക് പ്രിയപ്പെട്ടത്. ഇങ്ങനെ വന്നാലേ എന്ത് ചെയ്യുള്ളൂ, നടക്കുള്ളൂ. അങ്ങനെ സ്നേഹിക്കണമെങ്കിൽ ഒരു സംഗതി കൂടിയുണ്ട് കേട്ടാ. ഒരാളെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് എങ്ങനെയാണ്? പല ഘടകങ്ങൾ കടന്നു വരണം. അതെല്ലാം കൂടി ചേർന്ന ആളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാം ചേർന്നതാണ്. നിങ്ങൾക്ക് ഭംഗിയാണോ നിങ്ങൾ ഇഷ്ടത്തിന്റെ മാനദണ്ഡമായി സ്വീകരിക്കുന്നത്? ആണോ? ഭംഗിയാണോ? എന്നാൽ റസൂലുള്ളാഹിനേക്കാൾ ഭംഗിയുള്ള ഒരാളെ അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ ഭംഗിയുള്ള ഒരാളെ അള്ളാഹുവിന്റെ സൃഷ്ടി ലോകത്തില്ല. നിങ്ങൾക്ക് മനസ്സിലൊരു സംശയം വന്നത്, അപ്പൊ യൂസുഫ് നബി അല്ലേ ഏറ്റവും നല്ല സൗന്ദര്യം? അല്ലല്ല, ശംസും ഖമറും പോലെയാണ്. ശംസാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖമർ മാത്രമാണ് ആര്? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി അടുത്ത നിങ്ങൾ നോക്കുന്നത് പിന്നെ ഒരാളുടെ പൂർണ്ണതയാണോ? ഒരാൾ എല്ലാതും സ്വഭാവത്തിൽ, പ്രവർത്തനങ്ങൾ, അങ്ങനെയൊക്കെ പൂർണ്ണതയുള്ളതാണ്, അങ്ങനെയാണോ നോക്കണം? എന്നാൽ പരിപൂർണൻ റസൂലുള്ളാഹിയാണ്. ഇനി നിങ്ങൾ നോക്കുന്നത് ഒരാളുടെ ഔദാര്യം കണ്ടിട്ടാണോ? ആളുകളൊക്കെ പരിഗണിച്ച് വേണ്ടതൊക്കെ കൊടുത്തു കൊണ്ടുപോകുന്ന ഔദാര്യം പരിഗണിച്ചാണോ? എങ്കിൽ ഏറ്റവും വലിയ ഔദാര്യൻ ആരെന്നറിയുമോ? ലോകത്തിന്റെ നായകൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതിനേക്കാൾ അപ്പുറത്തൊരു ഔദാര്യം ഇല്ല. ഇതിങ്ങനെ വായിച്ച ഞാൻ തീരൂല. അങ്ങനെ വളരെ വിശാലമായി സംസാരിച്ചു. ഇൻഷാ അല്ലാഹ് ഓരോ പാർട്ട് വരുന്ന സമയത്ത് ഞാനത് വിശദീകരിക്കും. ഞാനിപ്പോൾ അതിൻ്റെ മുന്നൊരുക്കം ചില കാര്യങ്ങൾ പറയാണ്. മഹാനായ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അമ്മാവന്റെ അടുത്ത് ചെന്നു. അമ്മാവന്റെ പേര് ഹിന്ദ് ബിൻ അബി ഹാല. അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നിട്ട് അദ്ദേഹം എല്ലാവരും ഇങ്ങനെ വർണ്ണിച്ച് പറയുന്ന ആളാണ്, റസൂലുള്ളാഹിനെ കുറിച്ചൊക്കെ വർണ്ണിക്കുന്ന ആളാണ്. അപ്പൊ ചെന്നിട്ട് ചോദിച്ചു, പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അൻ അഷ്തഹി അയ്യസിഫലി ശൈഅൻ മിൻഹാ അതഅല്ലഖു ബിഹി. നിങ്ങൾ റസൂലുള്ളാഹിനെ ഒന്ന് വിശദീകരിക്കോ, ഒന്ന് പറയോ? എനിക്ക് എൻ്റെ ഖൽബ് കൊണ്ട് അതൊന്ന് പിന്തുടരാനാണ്, നിങ്ങളൊന്ന് പറയോ? ഉടനെ അദ്ദേഹം പറഞ്ഞു, ഖാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖ്മൻ മുഫഖമൻ
യതലഅലഉ വജ്ഹുഹു തലഅലുഅൽ ഖമരി ലൈലത്തുൽ ബദ്ർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അദ്ദേഹം പറയാൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാന്നറിയോ? ആ പ്രവാചകൻ ഗാംഭീര്യമുള്ളയാൾ, ആദരണീയനായയാൾ. പോരാ, ആ പ്രവാചകന്റെ മുഖത്ത് നോക്കിയാൽ പരിപൂർണ 14-ാം രാവിന്റെ ചന്ദ്രബിംബത്തെ പോലെ തിളങ്ങുന്ന മുഖകമലമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. അന്വേഷിച്ചോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ? അപ്പൊ പ്രവാചകനെ ഇഷ്ടപ്പെടാൻ എന്തൊക്കെ മാനദണ്ഡങ്ങളുണ്ടോ? ഒരു മനുഷ്യൻ മറ്റൊരാളെ ഇഷ്ടപ്പെടാൻ ഉപയോഗിക്കുന്ന എന്തൊക്കെ മാനദണ്ഡങ്ങളുണ്ടോ അതെല്ലാം മേളിച്ച ആൾ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് പഠിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനൽ ഹബീബ് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. നാലാമത്തൊരു കാര്യം കൂടി ചേർത്ത് വെക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ പ്രവാചകനെ മനസ്സിലാക്കൽ, പ്രവാചകനെ പഠിക്കൽ നിർബന്ധമാണ് എന്നതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മൾ അറിയുന്നിടത്തോളം പഠിക്കുന്നിടത്തോളം ആ പ്രവാചകനോടുള്ള ഇഷ്ടവും താല്പര്യവും കൂടി വന്ന് നമ്മൾ നബിയെ കാണുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടും. അങ്ങനെ എപ്പോഴെങ്കിലും ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും റസൂലുള്ളാഹിനെ നേരിട്ട് കണ്ടതുപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഈ കാലഘട്ടത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും? എന്താണെന്നറിയോ? നമ്മുടെ റസൂലുള്ളാഹിനെ പഠിച്ചിട്ടില്ല. റസൂലുള്ളാഹിനെ പഠിച്ചാലുണ്ടല്ലോ നമുക്ക് റസൂലുള്ളാഹിനെ കണ്ട ഒരു അനുഭൂതിയാണ് ഉണ്ടാകുക. അതുകൊണ്ടാണ് ഗ്രന്ഥങ്ങൾ ധാരാളം ശമാഇലുകൾ ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നു. റസൂലുള്ളാഹിനെ വിശദീകരിച്ചുകൊണ്ട് അവിടുത്തെ ശരീരഘടനയെയും അവിടുത്തെ സംസാരത്തെയും അവിടുത്തെ സ്വഭാവത്തെയും ഒക്കെ പറയും. അതിങ്ങനെ കേൾക്കുമ്പോൾ നബിതങ്ങൾ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത് പോലെ ആ അനുഭവം ഉണ്ടാകുന്നൊരവസ്ഥ ഉണ്ടല്ലോ. ഇത് വെറും വർത്താനല്ല. നബിതങ്ങൾ സ്വഹാബത്തിന് വിശദീകരിച്ചു കൊടുത്തു. അവിടുന്ന് ഇസ്രായിന്റെ രാത്രിയിൽ, ഇസ്രാ മിഅ്റാജ് ഉണ്ടായ രാത്രിയിൽ അവിടുന്ന് പ്രവാചകന്മാരെ കണ്ട രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തു. ഞാൻ മൂസ നബിയെ കണ്ടു കേട്ടോ. ശനൂഅ ഗോത്രത്തിലെ ആളുകളെ പോലെ ഒരാളാണ് മൂസ നബി. അദ്ദേഹത്തിന് ചെറിയ ചുരുണ്ട മുടിയാണ് കേട്ടോ. പ്രവാചകന്റെ വിശദീകരണമാണ്. ഞാൻ ഈസ നബിയെ കണ്ടിട്ടോ. ഇപ്പോ കുളിപ്പരയിൽ നിന്ന് കുളിച്ചിറങ്ങി വരുന്ന ഒരാളുണ്ടല്ലോ, ഒരു ഏറ്റവും പ്രസന്നനായി, അതുപോലെയാണ് അദ്ദേഹത്തെ കാണാൻ. നല്ല ചുവന്ന വെളുത്ത ചുവന്ന നിറാട്ടോ അദ്ദേഹത്തിന്. അല്ലാഹു റസൂൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക സ്വഹാബത്തിന്, ഞാൻ ഇബ്രാഹിം നബീനെ കണ്ടിട്ടോ. ഇബ്രാഹിം നബിയുടെ മക്കളല്ലേ? ഇബ്രാഹിം നബീനോടൊപ്പം ഇബ്രാഹിം നബീനെ പോലെ അടുത്ത് നിൽക്കുന്ന ആളാരെന്നറിയോ? അത് ഞാൻ തന്നെ കേട്ടോ. എനിക്ക് അതങ്ങനെ പറഞ്ഞു പൂർത്തിയാക്കാൻ കഴിയില്ല. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുക്കുകയാണ് അമ്പിയാക്കളെ. അതിങ്ങനെ കേൾക്കുന്ന സ്വഹാബത്തിന് ആ അമ്പിയാക്കളോടുള്ള ബന്ധം അതിങ്ങനെ മുന്നിൽ കാണുന്നത് പോലെ ഈ ഒരു ഭാഗ്യം നമുക്ക് നഷ്ടമായില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇല്ലേ? നബിതങ്ങളെ ഇപ്പം ഇവിടെ കുറെ ആളുകൾ സ്വലാത്ത് മജ്ലിസും മറ്റത് കൊണ്ടടക്കം നബിയെ കണ്ടു എന്ന് പറഞ്ഞിട്ട്, ഞാൻ സ്വപ്നത്തിൽ കണ്ടു, ഞാൻ ഓണർച്ച കണ്ടു എന്നൊക്കെ പറഞ്ഞ് പൊട്ടിച്ചടിച്ച് ആളുകളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുന്നുണ്ട്. അതിനെക്കുറിച്ചല്ലട്ടോ ഞാൻ പറയണത്. ഞാൻ പറയുന്നത് ആത്മീയമായി ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് അള്ളാന്റെ റസൂൽ എങ്ങനെ കാണാൻ കഴിയുന്ന ഒരു അനുഭൂതി ഉണ്ടല്ലോ, അതിന് കഴിയണമെങ്കിൽ റസൂലിനെ പഠിക്കണം, നബിതങ്ങൾ അറിയണം, അള്ളാന്റെ റസൂലിനെ പഠിക്കണം, അവിടുത്തെ പ്രത്യേകതകളെ കുറിച്ച് അറിയണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു വാക്ക് കൂടി പറയട്ടെ. ഞാൻ അള്ളാന്റെ റസൂൽ ഉണ്ടല്ലോ, മുഹമ്മദുൻ ബശറുൻ ലാ കൽ ബശരി യാഖൂതു ഹജറുൻ ലാ കൽ ഹജരി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനാണ്, പക്ഷേ നമ്മളെപ്പോലത്തെ മനുഷ്യനല്ല. യാഖൂത്ത് മാണിക്കണ്ടല്ലോ, മരുതകണ്ടല്ലോ, അത് കല്ലാണ്. പക്ഷെ അത് കരിങ്കല്ല് പോലെ അല്ലട്ടോ. അതറിയണം, അതിന്റെ വില മനസ്സിലാക്കണം. അപ്പോഴാണ് അത് തിരിച്ചറിയാൻ കഴിയുക. അല്ലാത്തവർക്കെല്ലാം കല്ലാണ്, തിരിച്ചറിഞ്ഞവർക്ക് യാക്കൂത്ത് വേറെയാണ്, ഹജർ വേറെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂലിനെ മനസ്സിലാക്കാനുള്ള ഒരു റിഹ്ലയിലാണ്, ഒരു യാത്രയാണ് നമ്മൾ തുടങ്ങുന്നത്. ഇൻഷാ അല്ലാഹ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ കേന്ദ്ര
പള്ളി ഫണ്ടാണ്. കേരളത്തിനകത്തും പുറത്തുമുള്ള പള്ളികൾക്കുള്ള സഹായത്തിന് വേണ്ടി കൊടുക്കുന്ന ഒരു ഫണ്ടാണ്. നമ്മളെല്ലാവരും അള്ളാഹുവിൻ്റെ ഭവനങ്ങൾക്ക് വേണ്ടിയുള്ള ആ പ്രവർത്തനത്തിൽ പങ്കാളികളാവണം.